അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജാമിയ നദവിയ മുൻകൈയെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പുതിയ പ്രോഗ്രാമിന് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. സമൂഹത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പലതരത്തിലുള്ള വിഷയങ്ങളെ ചർച്ചയ്ക്കെടുക്കുകയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് പൊതുസമൂഹത്തിന് അതിൻ്റെ കൃത്യമായ ഇസ്ലാമിക വിശദീകരിച്ച് നൽകുക എന്നാണ് ലൈറ്റ് അപ്പോൺ ലൈറ്റ് എന്നുള്ള ഈ ഒരു പരിപാടിയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഈ പരിപാടിയുടെ തുടക്കമെന്നോണം നമ്മൾ ഇന്നത്തെ ഒരു വിഷയമായി എടുത്തിട്ടുള്ളത് കർബലയും അതിൻ്റെ യാഥാർത്ഥ്യവും എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ, ഈ ഒരു ചർച്ചയിൽ നമ്മോട് സംവദിക്കുന്നത് ജാമിയ നദവിയയിലെ അധ്യാപകനായിട്ടുള്ള അംജദ് അൻസാരിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കറിയാം, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുഹറം മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പവിത്രത നൽകിയിട്ടുള്ള ഒരു മാസമാണ് മുഹറം എന്ന് പറയുന്നത്. എന്നാലും പലതരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഷഹറുല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഈ ഒരു മാസത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇറാഖിലെ കർബലയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ നിന്ന് വളരെ വൈപിയച്ചു പോയിട്ടുള്ള ഷിയാക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന പ്രചരണങ്ങളും ആ തരത്തിലുള്ള അനാചാരങ്ങളുമെല്ലാം അഹ്ലു സുന്നയും അതേപോലെ തന്നെ ചില സ്വഹാബാക്കളും, പ്രത്യേകിച്ച് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ യസീദ്, അവരെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു കൊന്നതാണെന്നുള്ള പലതരത്തിലുള്ള പ്രചരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എന്താണ് സത്യത്തിൽ കർബലയിൽ അന്ന് സംഭവിച്ചത്? നമുക്കറിയാം, ഹിജറ 61 കർബല സംഭവിച്ചത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ദാരുണമായി കൊല്ലപ്പെട്ടത്. എന്നാൽ സത്യത്തിൽ ഷിയാക്കൾ നടത്തുന്ന ഈ പ്രചരണത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഇവർ ഈ പറയുന്ന പോലെ സ്വഹാബാക്കളും അല്ലെങ്കിൽ യസീദും തീരുമാനിച്ചുറപ്പിച്ചതിൻ്റെ പേരിലാണോ അങ്ങനെ ഒരു കൊലപാതകം അവിടെ നടന്നത്? എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? അത് വളരെ കൃത്യമായിക്കൊണ്ട് പൊതുജനത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത് ഇസ്രായേൽ ഇറാൻ യുദ്ധമൊക്കെ സംഭവിച്ച സമയത്ത് പലരും ഇറാനെ വല്ലാത്തൊരു ഹീറോ പട്ടമൊക്കെ നൽകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇസ്ലാമിക വശം, അഹ്ലു സുന്നത്തിൻ്റെ നിലപാട് എന്താണ് അവിടെ സംഭവിച്ചതെന്നെല്ലാം പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി കൊണ്ടൊന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കർബല ഓരോ വർഷം കൂടും, അത് ഓരോ വർഷത്തിലും അതിൻ്റെ ആഘോഷങ്ങൾ വല്ലാതെ അധികരിച്ച് ഒരു വിലാപത്തിൻ്റെ ഒരു മാസമായി ഷിയാക്കൾ കൊണ്ടാടുന്ന ഒരു സമയമാണിത്. ആ ഒരു വിലാപം പണ്ടൊക്കെ നമ്മുടെ നാടുകളിൽ അത്ര പ്രതിഫലിച്ചിരുന്നില്ല, നമ്മുടെ സോഷ്യൽ മീഡിയകളിലോ മറ്റോ. കാരണം പൊതുവെ ഇവരുടെ ആശയങ്ങളും ഇവരുടെ വിശ്വാസങ്ങളും ഒരു തഖിയ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മറച്ചു വെച്ച് ജീവിച്ച ഒരു സ്വഭാവമായിരുന്നു നമ്മൾ ഇതുവരെ കൂടുതലായും കണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ തങ്ങളുടെ ആദർശം തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന കുറച്ച് ഷിയാക്കൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനു പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെട്ട ചാനലുകളിൽ വരെ വന്നിരിക്കുകയും പലപ്പോഴും അവർക്ക് മുസ്ലിം സമുദായത്തിൽ എക്കാലഘട്ടങ്ങളിലും ഷിയാക്കൾക്ക് സപ്പോർട്ടായി നിന്ന ചില മുസ്ലിം സംഘടനകളുടെ സഹകരണം കിട്ടുന്നുണ്ടോ എന്ന് ഭയപ്പെടുത്തുന്ന രൂപത്തിൽ, അതായത് വ്യക്തിപരമായ സഹകരണങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, ആശയപരമായി ഇവർക്ക് വളരാനും ഇവരുടെ മലീമസമായ ഈ വൃത്തികെട്ട ആശയങ്ങൾ പ്രചരിപ്പിക്കാനുമുള്ളൊരവസരം പലപ്പോഴും ഇത്തരം ആളുകൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ള. അപ്പം അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇവർ കർബലയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകവും പിന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ഇറാനെയും ഷീ ആശയങ്ങളെയും അവരുടെ നിലപാടുകളെയും ഒക്കെ വലിയ ഒരു ഹീറോ പരിവേഷത്തിലെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും മുസ്ലിം ഉമ്മത്തിൻ്റെ സംരക്ഷകരാണ്, മുസ്ലിം ഉമ്മത്തിൻ്റെ നിലനിൽപ്പ് ഇറാൻ്റെ നിലനിൽപ്പിലാണ് എന്നൊക്കെ രൂപത്തിലുള്ള പ്രചരണങ്ങൾ വളരെ സജീവമാവുകയും ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് എന്ത് ചെയ്യുക, ഇവർ കർബല എന്ന് പറയുന്നത് ഒരു പക്ഷേ ചില പാർട്ടികളുണ്ടല്ലോ, ചില നമ്മുടെ നാട്ടിൽ രക്തസാക്ഷികളെ കൊണ്ട് വളരുന്ന ചില പാർട്ടികളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ. അവർ രക്തസാക്ഷികളുടെ മരണത്തിലും രക്തസാക്ഷിത്വത്തിലൊക്കെ ഭയങ്കരമായ ദുഃഖം പ്രകടിപ്പിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ പാർട്ടി വളരുന്ന പ്രധാനപ്പെട്ട വളമായി അവർ കാണുന്നത് ഇത്തരം അണികളുടെ കൊലപാതകമാണ് എന്നുള്ളതാണ്. അവർ കൊല ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്
യാഥാർത്ഥ്യം. ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കൊലപാതകം സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഷിയാക്കൾക്ക് ഈ രൂപത്തിൽ സമൂഹത്തിൽ അവരുടെ സ്വാധീനം ശക്തിപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകം വളമാക്കി വളർന്ന ഒരു സംഘമാണ്, നീചമായ ഒരു സംഘമാണ് ഷിയാക്കൾ. ഷിയാക്കൾ എന്ന് പറയുന്നത് ഒരൊറ്റ ഫ്രെയിമിലല്ല, ഷിയാക്കളിൽ പല തരത്തിലുള്ള വിശ്വാസ വ്യതിയാനങ്ങളുള്ള ആളുകളുണ്ട്. അതിൽ ഏറ്റവും ശക്തമായ റാഫിളകൾ എന്ന് പറയുന്ന ഇസ്നാശരിയ, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസ വൈകല്യങ്ങളുള്ള ആളുകളുണ്ട്. അതിനപ്പുറത്ത് ഹുസൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ പ്രാധാന്യം അലി റളിയല്ലാഹു അൻഹുവിനാണ് എന്ന്, അതേപോലെ അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു അധികാരം കിട്ടേണ്ടത്. പക്ഷെ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ കാഫിറാക്കാത്ത തരത്തിലുള്ള അത്ര വലിയ ശക്തമായ നിലപാടുകളിലേക്ക് പോവാത്ത ഷിയാക്കളുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്നത് ഇസ്നാശരിയ എന്ന ഒരു ചുറ്റുപാടിലാണ്. ഈ റാഫിളകളുടെ ഇത്തരം അതിര് കവിഞ്ഞ വിശ്വാസങ്ങളും ഇവർ പ്രചരിപ്പിക്കുന്ന വളരെ വൃത്തികെട്ട ആശയം, ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കർബല. ഈ കർബലയാണ് അവർ വളമായി ഉപയോഗിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ കർബലയിൽ സംഭവിച്ചത്? കർബലയിൽ സംഭവിച്ചത് നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ കൃത്യമായി ഷീഈയത്തിൻ്റെ ദുഷിച്ച അവരുടെ സ്വഭാവവും അവർ കാലാകാലങ്ങളാൽ മുസ്ലിം ഉമ്മത്തിന് ചെയ്ത ദോഷങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇവർ യസീദ്, മുആവിയ റളിയല്ലാഹുവിൻ്റെ മകൻ യസീദിലേക്ക് പിന്നീട് ഖിലാഫത്ത് അദ്ദേഹത്തിലാണല്ലോ പോയത്. യസീദിൻ്റെ പേരിൽ എന്തിനാണ് ഇവർ ഈ തെറി പറയുന്നതെന്ന് വെച്ചാൽ അടിസ്ഥാനപരം ഒരൊറ്റ ഉത്തരം അതിനുള്ളൂ. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം പിന്നീട് യസീദ് ആവട്ടെ ഖലീഫ എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു തീരുമാനം എടുക്കുകയാണ്. നമ്മൾ ആ തീരുമാനത്തിലേക്കോ അതിൻ്റെ ശരിതെറ്റിലേക്കൊന്നും പോകില്ല. പക്ഷെ നമുക്കൊന്നറിയാം, മുആവിയ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, പ്രവാചകൻ്റെ പ്രശംസ ലഭിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് സ്വഹാബത്തൊക്കെ അംഗീകരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ തഖ്വയും വറഉം നമുക്കറിയുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിനോട് ചിലപ്പോൾ സ്വഹാബത്ത് ചില അകൽച്ച കാണിച്ചിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. പ്രധാനപ്പെട്ടത് അൽ ഖിലാഫത്തുൽ വറാഫിയ. പിന്നെ ഖിലാഫത്ത് എന്നുള്ളത് മക്കൾക്ക് ലഭിക്കേണ്ട ഒന്നായി മാറും എന്നുള്ള പേടി സ്വഹാബത്ത് ഇബ്നു അബ്ബാസിനെ പോലുള്ള ആളുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടപെടലുകളും സംസാരങ്ങളും കാരണം അദ്ദേഹത്തിൻ്റെ മരണശേഷം, ജീവിച്ചിരിക്കുമ്പോൾ ബൈഅത്ത് ഞങ്ങൾ ചെയ്യൂല, 2 ഖലീഫക്ക് ഒരേ സമയം ബൈഅത്ത് ചെയ്യാൻ പറ്റില്ല, മരണശേഷം യസീദ് ആവട്ടെ എന്ന നിലപാടിനോട് പിന്നീട് അവർ യോജിച്ചു. ഇതാണ് ആ സംഭവം. അപ്പോൾ സ്വാഭാവികമായിട്ടും യസീദിനെ മുആവിയ റളിയല്ലാഹു അൻഹു പുത്രൻ യസീദിൻ്റെ പേരിൽ കൊലപാതകത്തിൻ്റെ പാപഭാരം കെട്ടിവെച്ചാൽ എന്താ സംഭവിക്കുക? യസീദ് എന്ന ഒരു ആളെ ഭരണത്തിലേറ്റി ആ മനുഷ്യനെ കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലിച്ചത് സ്വഹാബത്താണെന്ന് വന്നു, അഹ്ലുസുന്നയാണെന്ന് വന്നു. അതുകൊണ്ട് എക്കാലഘട്ടത്തിലും അഹ്ലുസുന്നയോടും സ്വഹാബത്തിനോടും ഇവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കാനും ഈ സ്വഹാബത്തിനെ, അതുപോലെ തന്നെ അവരെ വിശ്വസിക്കുന്നവരെ, അവരെ സ്നേഹിക്കുന്നവർ കൊന്നൊടുക്കുക എന്ന് അവർ തന്നെ പച്ചക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച ആ ഐഡിയോളജിയെ ശക്തിയായി ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാനും അവരുടെ അണികൾക്കിടയിൽ പ്രചരിപ്പിക്കാനും അവർക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ കർബലയിൽ യസീദ് അദ്ദേഹമാണോ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്നത്? അല്ല. ആരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്നതെന്ന ചോദ്യത്തിന് ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ ഷിയാക്കൾ തന്നെയാണ്. ഷിയാത്തു അലി എന്ന് പറയുന്ന അലി റളിയല്ലാഹു അൻഹു പോലും തൃപ്തിപ്പെടാത്ത രൂപത്തിൽ അലി റളിയല്ലാഹുവിനെ കൊണ്ടാടിയ കുറച്ച് ആളുകളാണ്, രാഷ്ട്രീയപരമായ കാരണങ്ങളെ തങ്ങൾക്കുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച കുറച്ച് ആളുകളാണ് ഇവിടെയും പ്രവർത്തിച്ചത്. എന്താ സംഭവിച്ചത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സ്വാഭാവികമായിട്ടും മുആവിയ റളിയല്ലാഹുവിൻ്റെ ഈ നിലപാടിനോട് ഹുസൈൻ റളിയല്ലാഹുവിന് എതിർപ്പായിരുന്നു. യസീദിന് ബൈഅത്ത് ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നില്ല. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറി ഒളിച്ചു നിന്ന ആളാണ്. മുആവിയ റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ പോലും പോവാതെ മുആവിയ റളിയല്ലാഹു മദീനയിലേക്കോ മക്കയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ പെടാതെ മാറി നിന്ന, എല്ലാവരുടെയും സമ്മർദ്ദത്തിന് കീഴൊതുങ്ങേണ്ടി വരുമെന്ന പേടി കൊണ്ട് മാറി നിന്ന ആളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. സംശയമല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാടിന് അദ്ദേഹം കാണുന്ന ശരിയായ അദ്ദേഹത്തിൻ്റെതായ ശരി തെറ്റുകൾ ഉണ്ടായേക്കാം. ഹുസൈൻ റളിയല്ലാഹു അൻഹു അൻഹുവിനെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ യസീദ് ഭരണം ഏറ്റെടുത്തതോടുകൂടി ഞങ്ങൾ യസീദിനെ പിന്തുണക്കാൻ തയ്യാറല്ല. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവാണ് കൂഫയിലെ ഗവർണറായിരുന്നത്, സ്വഹാബിയാണ്. നുഅ്മാൻ ഇബ്നു ബഷീർ പരമാവധി ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച്, സ്വഹാബിയാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിന്തുണക്കുന്ന ആളുകളും അത് ഭരണകൂടത്തിൻ്റെ പക്ഷത്തിൽ നിൽക്കുന്ന ഭരണകൂട സംവിധാനങ്ങളും ഏറ്റുമുട്ടാതെ ഒരു ഫിത്തന അല്ലാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പരമാവധി ശ്രമിച്ച
ഒരാൾ കൂടിയാണ്. അതോടൊപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ കൂഫയിൽ നിന്ന്, കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ കർബല എന്ന് പറയുന്ന ഇറാഖിലെ കൂഫ എന്ന് പറയുന്ന ഭാഗത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകളാണ് ഞങ്ങൾ, അദ്ദേഹമാണ് ഖലീഫയാവേണ്ടത് എന്ന ചർച്ചയുടെ ഭാഗമായി നിരന്തരം കത്തുകൾ അയക്കുകയാണ്. ആർക്ക്? ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഏകദേശം 600ഓളം കത്തുകൾ വന്നു എന്ന് ഇവരുടെ ഷിയഈ ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നു. മൊത്തം ഏകദേശം 12,000ഓളം കത്തുകൾ വരികയാണ്. ആ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ആരങ്ങോട്ട് പോകുന്നത്. തുടക്കത്തിൽ ഒരാളെ പറഞ്ഞയക്കുന്നു അവിടുത്തെ കാര്യങ്ങൾ, പക്ഷെ അദ്ദേഹം കൊല ചെയ്യപ്പെടുകയാണ്. ആ സമയത്ത് പിന്നീട് സംഭവിക്കുന്നത് ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ സംഭവങ്ങളും ഇതിൻ്റെ ഫിത്നയുടെ ഭീകരതാവസ്ഥയൊന്നും അറിയാതെ പുറപ്പെടാൻ തയ്യാറാകുകയാണ്. സ്വഹാബത്തിൻ്റെ നിലപാട് എന്തായിരുന്നു? സ്വഹാബത്തിൻ്റെ നിലപാട് അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെ നിലപാട് സ്വീകരിച്ചത് താങ്കൾ അങ്ങോട്ട് പോകരുത്, ഇതൊരു ഫിത്നയാണ്, കുഴപ്പമാണ്, താങ്കളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന അതിഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു കലാപത്തിലേക്ക് അത് വഴി നടത്തും. നമ്മൾ പരിശോധിക്കുകയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വാക്കുകളൊക്കെ കൃത്യമായി വന്നിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, ഉദക്കിറുക്കല്ലാ യാ ഹുസൈൻ, അള്ളാനെ ഓർമ്മപ്പെടുത്തുന്ന ഹുസൈനെ ഞാൻ താങ്കളെ, അൻ തഖ്റുജ അൻ ജമാഅത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഈ ജമാഅത്തിൽ നിന്ന് താങ്കൾ പുറത്തു പോകുക. എല്ലാവരും അംഗീകരിക്കുമ്പോൾ താങ്കൾ മാത്രം മാറി നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഫതുഫർരിഖ ബൈന ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനിടയിൽ ഒരു വിഭാഗീയത ഉണ്ടാകും. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് കുറച്ചുകൂടി ശക്തമായി പറഞ്ഞ ആളാണ്, കുറച്ചുകൂടി. കാരണം പലപ്പോഴും യസീദിന് ബൈഅത്ത് ചെയ്യാൻ അദ്ദേഹം പ്രത്യക്ഷത്തിൽ ബൈഅത്ത് ചെയ്യാൻ സന്നദ്ധനാവാത്ത, ശക്തമായി ഇതിനെ എതിർത്ത, ഇതൊരു വറാത്തിയത്താവും എന്ന് കൃത്യമായി നിലപാടെടുത്ത അബ്ദുല്ലാഹിബ്നു അബ്ബാസിൻ്റെ നിലപാട് എന്തായിരുന്നു? അദ്ദേഹം പറയാണ്, യബ്ന അമ്മി വല്ലാഹി ലഖദ് ബലഗനി അന്നക തുരീദുൽ ഖുറൂജ ഇലൽ ഇറാഖ്, താങ്കൾ ഇറാഖിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വൈന്നഹും ഖദ് കതബു ഇലൈക, അവർ താങ്കളിലേക്ക് എഴുതിയിട്ടുണ്ട്. ഫൈൻകാനു ദഅൗക വഖദ് ഖറജു അൻ അമീരിയും ഫനിഅമ, ഇനി അവർ അവിടുത്തെ ഗവർണറായിട്ടുള്ള അവരുടെ അമീരിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ സഹകരിക്കാതെയാണ് താങ്കളെ വിളിക്കുന്നതെങ്കിൽ അതിലൊരു അർത്ഥം ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ വൈൻകാനു ലം യഫഅലു, പക്ഷേ അവർ അവിടുത്തെ ആളുകൾക്ക് ബൈഅത്ത് ചെയ്യുകയും അവിടുത്തെ ഗവർണറോട് ചേർന്നിരിക്കുകയും എന്നിട്ട് താങ്കളെ വിളിച്ചു വരുത്തുകയും ചെയ്യുകയാണെങ്കിലോ അവരുദ്ദേശിക്കുന്നത് ഫൈനമ യദൂനക ഇലൽ ഫിത്ന, അതൊരു ഫിത്നയാണ്. ഫതദ്ഹബ ഇലൈഹിം ഫയഖ്തുലൂനക വയുദയ്യിഊനക, ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഈ കത്തുകൾ, നിരന്തരമായ കത്തുകൾ ലഭിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിൽ വിശ്വസിച്ച് അങ്ങോട്ട് പുറപ്പെടുകയാണ്. ശരിക്ക് ഇതിൽ തന്നെ നമുക്ക് ഷിയാക്കളുടെ ആ പ്രചരണം അവിടെ പൊളിഞ്ഞു വെക്കുകയാണ്. കാരണം അവർ പ്രചരിക്കുന്നത് സ്വഹാബാക്കൾ ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ കൊന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വായിച്ചു മഹാനായ ഇബ്നു അബ്ബാസിൻ്റെയും അതുപോലെ തന്നെ ഇബ്നു ഉമറിൻ്റെയൊക്കെ പ്രസ്ഥാനം നമ്മൾ കേട്ടു. അതായത് അവരെ ശക്തമായിക്കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തടയുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അവർ ഹുസൈൻ റളിയല്ലാഹു അൻഹു യാതൊരു തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങളോ അവർ ആഗ്രഹിച്ചില്ല എന്ന് അതിൽ തന്നെ വ്യക്തമാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മരണം അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലണം എന്നുള്ള ഒരു പദ്ധതി അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തടയുമായിരുന്നില്ല. അവിടെ തന്നെ ഈ ഷിയാക്കളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച നിങ്ങൾ താങ്കൾ പറഞ്ഞ പോലെ ഇത് യുക്തിയുള്ള ഒരാൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകം അങ്ങനെ ഒന്നും സംഭവിച്ചു വിചാരിക്കും. കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു ഒരു അപകടം പറ്റി. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ സ്ഥാനം നമ്മുടെ ഹൃദയത്തിലാണ്. ഹുസൈൻ റളിയല്ലാഹു നമ്മുടെ പ്രവാചകൻ്റെ പേരക്കുട്ടിയാണ്. ഹുസൈൻ റളിയല്ലാഹുവിനെ സ്നേഹിക്കാത്ത ആരുമില്ല. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മരണത്തിൽ ദുഃഖിക്കാത്ത ഏതെങ്കിലും ഒരു അഹ്ലുസുന്നയുടെ ആളുണ്ടോ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിട്ടവരും കൊന്നവരും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷിച്ചവർ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ പേച്ചവരാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കൊലപാതകത്തെ പാർട്ടി വളരാൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ്. അത് ഉപയോഗിച്ച ആരാ? ഇവിടെ ഹുസൈൻ റളിയല്ലാഹു കൊല്ലപ്പെട്ടാൽ യഥാർത്ഥത്തിൽ ആർക്കാണ് നഷ്ടം സംഭവിക്കുന്നത്? യസീദിന് തന്നെയാണ്, അദ്ദേഹത്തിന് തന്നെ. അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിനെതിരെ ജനവികാരം ഉയരും റസൂലിൻ്റെ പേരക്കുട്ടിയുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല അങ്ങനെ ഒരു കൊലപാതകം യസീദും സഹാബത്തും കൂടി നടത്തി എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഈ സ്വഹാബത്ത് അദ്ദേഹത്തെ തടയുന്നത്? താങ്കൾ പോയിക്കോളി എന്ന് പറയല്ലേ ചെയ്യേണ്ടത്? അല്ല, ഒന്നും വേണ്ട, മൗനം അവലംബിക്കെങ്കിലും ചെയ്താൽ മതി. അല്ല, അവർ ശക്തമായി അതിനെ എതിർത്തു. ഈ ഒരു അപകടത്തെ അവരുടെ ബസ്വീർ അവർ മുൻകൂട്ടി കണ്ടു ഒരു അപകടം, അതുകൊണ്ട് തന്നെ അവർ തടഞ്ഞു. അതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കൊലപാതകം യസീദിന് ഗുണകരമായിരുന്നില്ല, മറിച്ച് ദോഷകരമായിരുന്നു. അതേപോലെ തന്നെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരാരും അത് ചിന്തിച്ചിട്ട് പോലുമില്ല അദ്ദേഹത്തിന് ഒരു അപകടം പറ്റാൻ എന്നുള്ള അവിടെ കൃത്യമാണ്. പിന്നെ എന്താ സംഭവിച്ചത്? കൂഫക്കാർ ചതിച്ചു.
കൂഫക്കാർ അലി റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു. പല സമയത്തും ഈ സുക്കൈന പിന്നെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പുത്രി തന്നെ പറയുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ ചതിയന്മാരും വഞ്ചകന്മാരുമാണ്. ഞാൻ ചെറുതായപ്പോൾ നിങ്ങൾ എന്നെ അനാഥനാക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാമഹനെ നിങ്ങൾ കൊണ്ടുപോയി. ഞാൻ ഇനിയിപ്പോൾ എൻ്റെ വളർച്ചയുടെ പ്രായത്തിലെത്തിയപ്പം വിവാഹിതയപ്പോൾ എന്നെ വിധവയാക്കി. എൻ്റെ ആളുകളെ മുഴുവൻ നിങ്ങളാണ് കൊന്നൊടുക്കുന്നത്. ആരാണ് ഈ വിളിച്ചു വരുത്തിയത്? അലി റളിയല്ലാഹുവിൻ്റെ ഷിയഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അലി റളിയല്ലാഹുവിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുകയും സിഫീൻ യുദ്ധത്തിലടക്കം അലി റളിയല്ലാഹുവിൻ്റെ കൂടെ നിലകൊള്ളുകയും ചെയ്ത പല ആളുകളും വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അവർ ചെയ്തെന്താ? ചതിച്ചു, കാലുമാറി. അവരവരുടെ തനി സ്വഭാവം കാണിച്ചു, അലി റളിയല്ലാഹുവിനെ കാണിച്ചതുപോലെ. അതോടുകൂടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിലേക്ക് അത് എത്തിച്ചേരുകയാണ്. ഹുസൈൻ റളിയല്ലാഹു തന്നെ പറയുന്നതായി പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട് ചരിത്രത്തിൽ. ഇതൊക്കെ പിന്നെ അൽ ഇർഷാദ് എന്ന് പറയുന്ന ഷിഈ അവരുടെ തന്നെ ചരിത്ര ഗ്രന്ഥത്തിലുള്ള വാക്കുകളാണ്. ഇൻ മത്തഅതഹും ഇലാ ഹീനിൻ ഫഫർഖുഹും ഫർഖ. ഈ ഷിയാക്കളെ താങ്കൾ പടച്ചവനെ നീ അവർക്ക് സൗഖ്യം നൽകിയിട്ടുണ്ടെങ്കിൽ, ഗുണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ നീ ഭിന്നിപ്പിക്കണേ. വജഅലുഹും തൊറായിഖ ഖിദദാ, ചിന്ന ഭിന്നമാക്കണേ. വലാ തർലൽ ഉലാറ്റാനുഹും അബദ. താങ്കൾ ഒരിക്കലും അല്ലാഹുവേ നീ ഒരിക്കലും അവരിൽ നിന്ന് അവരുടെ പിന്നെ ഗവർണർമാരെ ഭരണകർത്താക്കളെ നീ തൃപ്തിപ്പെടല്ലേ. ഫിന്നഹും ദഅഊനാ ലിയൻസുറൂന, ഞങ്ങളെ ക്ഷണിച്ചു വരുത്തി സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുമ്മ ആദു അലൈന ഫഖതലൂന, ഞങ്ങളോട് ശത്രുത കാണിച്ചു, ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു, ഞങ്ങളെ കൊന്നു, ഞങ്ങളുടെ കൂടെയുള്ളവരെ കൊന്നു എന്ന് ആരാ പ്രാർത്ഥിക്കുന്നത്? ഹുസൈൻ റളിയല്ലാഹു പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചതാരാ? ഈ ഷിയാക്കൾ തന്നെയാണ്. പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് യഥാർത്ഥ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ യസീദ്. നമ്മൾ പറഞ്ഞു ഒരിക്കലും യസീദ് അതിന് മുതിരൂല, അദ്ദേഹത്തിന് ഒരിക്കലും അത് കഴിയില്ല, അത് അദ്ദേഹത്തിന് തന്നെ ദോഷകരാണ് ഭരണത്തിന്. പിന്നെ ആരാണ്? ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കടന്നു വരുന്നുണ്ട്. ആരാണ് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ്? അതും കൂടി നമ്മൾ അറിയുമ്പോൾ, പശ്ചാത്തലം കൂടി അറിയുമ്പോൾ, ഈ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് അലി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ പേർഷ്യയിലെ ഗവർണറായിരുന്ന സിയാദിൻ്റെ മകനാണ്. അദ്ദേഹത്തിന് പേർഷ്യക്കാരിയായ ഒരു കുട്ടി, സ്ത്രീയിലുണ്ടായ കുട്ടിയാണ് ആര്? ഈ ഉബൈദുല്ല എന്ന് പറയുന്ന വ്യക്തി. ഈ ഉബൈദുല്ല ഇവരുടെ ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ഷിയാക്കളുടെ പക്ഷത്തിൽപ്പെട്ട ആളായിരുന്നു. സിഫീൻ യുദ്ധത്തിൽ ഷിയാക്കളുടെ ഭാഗത്ത് നിന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത, അലി റളിയല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത ആളിൽപ്പെട്ട ഒരാളായിരുന്നു ഇയാൾ. ഇദ്ദേഹം വളർന്നതും പഠിച്ചതും ഒക്കെ ഷിഈ പശ്ചാത്തലത്തിലാണ്. ഒന്നാമത് പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവരുടെ മുമ്പിൽ ഒരു യുദ്ധത്തിലേക്ക് എത്തുമെന്ന് വന്നപ്പോൾ 3 നിബന്ധനകൾ, 3 നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ യുദ്ധം ഒഴിവാക്കാൻ. ഒന്ന് അദ്ദേഹത്തെ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ നിങ്ങൾ അനുവദിക്കണം. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ മക്കയിൽ നിന്ന് ഹിജാസിൽ നിന്ന് വന്ന് അങ്ങോട്ട് പോവാം, മദീനയിലേക്ക് പോവാം, ഞാൻ ഈ വിഷയത്തിലൊന്നും ഇടപെടുന്നില്ല. അതല്ലെങ്കിൽ ഞാൻ ആ മക്കയിലേക്കും അതിലേക്കും പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ, കാരണം അവിടെ മുസ്ലിങ്ങളുടെ കേന്ദ്രമാണ്, ഒരു പക്ഷേ അവിടെ വന്ന് അവിടെ ഞാൻ ഫിത്ന ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ട്. ശരി, ഞാൻ ഏതെങ്കിലും ഇസ്ലാമിൻ്റെ സഹറുകളിലേക്ക് പോകാം. സഹർ എന്ന് പറഞ്ഞാൽ അതിർത്തി പ്രദേശങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇസ്ലാമികമായ പിന്നെ ജിഹാദിലും മറ്റും ഏർപ്പെട്ട് ഇതിലൊന്നും ഇടപെടാതെ ഞാനങ്ങ് ശിഷ്ടകാലം കഴിക്കാം. മൂന്നാമത് പറയുന്നൊരു വാക്കുണ്ട്, എന്നെ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നിങ്ങൾ നേരെ യസീദിൻ്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകണം. ഈ 3 നിർദ്ദേശങ്ങളും തള്ളിക്കളയണം ഉബൈദുല്ലാഹ് സിയാദ്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്, ഈ കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിച്ചത് ഷിംർ ബിനു ജൗഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ഇത് പറയുന്നത്, ഈ നിർദ്ദേശങ്ങൾ തള്ളിക്കളയാൻ പ്രേരിപ്പിച്ചത്. പ്രധാനപ്പെട്ട ഇതിൻ്റെ ഉത്തരവാദികളായി ഒന്ന് ഉബൈദുല്ലാഹ്, ഈ ഷിംർ, ഇതുപോലുള്ള ആളുകളും ഇവരെ പിന്തുണച്ച കുറച്ച് ആളുകളും ഹുസൈൻ മരിക്കാനും ആ മരണത്തെ അത് മുതലെടുക്കാനും അവർ ആഗ്രഹിച്ചു. കൊന്നു, അദ്ദേഹത്തിൻ്റെ തല വെട്ടി. പിന്നീട് ഭീകരമായ പ്രയാസകരമായ കാര്യങ്ങളുണ്ടായി. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. ഇതിനപ്പുറത്ത് ഇവർ പ്രചരിപ്പിക്കുന്ന രൂപത്തിൽ സ്വഹാബത്തും യസീദും ഒക്കെ ചേർന്ന് ചതിച്ചു കൊല്ലുകയായിരുന്നു എന്ന് ഇവർ പറയുന്നത് ശുദ്ധ കാപട്യവും. ഇവർ മുഖംമൂടി വെച്ചുകൊണ്ട് സമൂഹത്തിൽ ഞങ്ങൾ മദ്ലൂമീങ്ങളാണ്, പ്രവാചകൻ്റെ അഹ്ലു ബൈത്തിൻ്റെ അൻസാറുകളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഇവിടെ 3 നിബന്ധനകൾ പറഞ്ഞു. അതായത് അതിലൊന്ന് പറഞ്ഞത് എന്നെ യസീദിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നാണ്. അപ്പോൾ നമ്മൾ ഷിയാക്കൾ പറഞ്ഞ് കേൾക്കുന്നത് യസീദ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരനായ വ്യക്തിയാണ്, തെമ്മാടിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിൻ്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തനിക്ക് നീതി ലഭിക്കും, യസീദ് എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയാണെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, എന്നെ യസീദിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അല്ലാതെ യസീദിൻ്റെ അടുക്കലേക്ക് ഒരു അടിമയായിക്കൊണ്ട് പോവുക എന്നത് അദ്ദേഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയാണ്.
അപ്പോൾ ഒരിക്കലും അടിമയായി പോവുക എന്നതല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് നീതി ലഭിക്കുന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ നിബന്ധന മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഈ ഷിയാക്കൾ പറഞ്ഞു വരുത്തുന്ന തരത്തിൽ യസീദ് എന്ന് പറയുന്നത് വളരെ ക്രൂരനായ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല, അദ്ദേഹം ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് അതിനെല്ലാം നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ക്ലിയർ ആണ്. എന്താ വെച്ചാൽ പിന്നെ നമുക്കറിയാം, ഷിയാക്കൾ പ്രചരിപ്പിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഹസനും ഒക്കെ എന്താ പറയുക, പേടിച്ച് ജീവിക്കുന്ന, അവകാശങ്ങൾ കിട്ടാതെ പിന്നെ പമ്മി ആളുകൾക്കിടയിൽ ഒരു ധൈര്യമില്ലാതെ ഈ കാര്യങ്ങളെ നേരിടാൻ ഒരു നെഞ്ചുറപ്പില്ലാത്ത, നട്ടല്ലില്ലാത്ത കുറച്ച് ആളുകളായിട്ടാണ് ഇവരുടെ അവർ പറയാൻ തഖിയുടെ ഭാഗമായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞ അലി റളിയല്ലാഹു അൻഹു ധീരനാണ്, ഹൈദറാണ്. പിന്നെ കോട്ട പിടിച്ചെടുക്കാൻ പോയപ്പോൾ അദ്ദേഹം നടത്തിയ പരാമർശം ഖൈബർ കോട്ടയുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്കറിയാം. ആ റസൂലിൻ്റെ മരുമകൻ അലി എന്ന് പറയുന്ന ധീരനായ വ്യക്തി, അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ അടിമവേല ചെയ്യാൻ കഴിയില്ല. യസീദ് എന്ന് പറയുന്ന ആള് ശുദ്ധ അക്രമിയും തോന്നിവാസിയുമാണ് എന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുവും കാഫറും മുർത്തദ്ദുമാണ് എന്ന നിലപാടുണ്ടെങ്കിൽ ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ മരിക്കാന്നല്ലാതെ എന്നെ യസീദിൻ്റെ അടുക്കലേക്ക് പറഞ്ഞേക്കണം എന്ന് പറയില്ല. യസീദിനുമായിക്കൊണ്ടും മുആവിയ റളിയല്ലാഹുമായിക്കൊണ്ടും രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കുണ്ട്, സംശയമല്ലല്ലോ. അത് അലി റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും തമ്മിൽ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ താങ്കൾ പറഞ്ഞ പോലെ യസീദിൻ്റെ അടുക്കലേക്ക് എന്നെ അയക്കണം എന്ന ഒരു പരാമർശം യസീദിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ ഇവരിൽ നിന്ന് എന്തോ അപകടം മണക്കുന്നുണ്ട്. യസീദ് ഒരു പക്ഷേ ഈ വിഷയത്തെ ചർച്ച ചെയ്യുകയും അതിനൊരു രമ്യമായ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് അതിൽ വ്യക്തമാണ്. അപ്പോൾ കർബലയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശീയ പ്രചരണങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളുമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ പരാമർശിക്കേണ്ട ഒരു കാര്യമാണ് ഇവർ ഈ നടത്തുന്ന വിലാപം എന്ന് പറയുന്നത്. അതായത് മുഹറം പിറന്നു കഴിഞ്ഞാൽ പിന്നെ ആ മാസം മുഴുവൻ പ്രത്യേക വസ്ത്രം ധരിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി, സ്ത്രീകളും പുരുഷന്മാരും തെരുവിലേക്ക് ഇറങ്ങി പ്രത്യേകം യാ മദ്ലൂം യാ ഹുസൈൻ എന്നെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് മുഖത്തും നെഞ്ചത്തെല്ലാം അടിച്ച് മുറിവേൽപ്പിച്ച് വളരെ വികൃതമായ രീതിയിൽ ഒരു വിലാപം നടത്തുക നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാമിൽ ദുഃഖാചരണം എന്ന് പറഞ്ഞാൽ കേവലം ഒരു 3 ദിവസമാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചതാണ്, 3 ദിവസം മാത്രമാണ്. എന്നാൽ ഇവരിത് ഓരോ വർഷവും ഇങ്ങനെ നടത്തിക്കൊണ്ട് വരികയാണ്, അതൊരു മാസം മുഴുവൻ. അതേപോലെ തന്നെ കർബയിൽ മറ്റു തരത്തിൽ പലതരത്തിലുള്ള അനാചാരങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള ദുഃഖമോ അല്ലെങ്കിൽ ദുരന്തങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കാനാണ് പഠിപ്പിച്ചത്. എന്നാൽ ഇവർ അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഇസ്ലാമിക വശം, അഹ്ലു സുന്നത്തിൻ്റെ നിലപാട് എന്താണ്, ഈ തരത്തിലുള്ള ദുഃഖാചരണത്തിൻ്റെയും ഈ വിലാപത്തിൻ്റെയും എല്ലാം ഒരു ഇസ്ലാമിക വശം എന്താണെന്ന് വ്യക്തമാക്കി. ഷിയാക്കൾ ഈ പറഞ്ഞതുപോലെ ഇസ്ലാമിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിട്ടുണ്ട്. എനിക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ നിലപാടുകൾ, പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾ, പ്രവാചകനും സ്വഹാബത്തും നമുക്ക് കാണിച്ചു തന്ന ഉത്തമ മാതൃക, ഇതൊന്നും ഇവർക്കില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇസ്ലാമിന് എന്തോ ഒരു പുതിയ ഒരു വിലാപത്തിൻ്റെ കലാപാഹ്വാനങ്ങളുടെ എന്നും കരച്ചിലും പ്രയാസങ്ങളും മാറത്തടിക്കലുമായി ഇസ്ലാം എന്തൊക്കെ വിരോധിച്ചോ അതൊക്കെ ഇതിൻ്റെ പേരിൽ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഒന്നാമത്തത് വസ്ത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഈ ഷിയാക്കളുടെ. മുസ്ലിം ഉമ്മത്തിന് പ്രത്യേകം ഒരു പരിഗണിക്കുന്ന വസ്ത്രം ഉണ്ടായത് ഏതായിരിക്കും? വെള്ള വസ്ത്രം. അത് സുന്നത്താണ് നമ്മൾ വിശ്വസിക്കുകയും വെള്ള വസ്ത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം, നിങ്ങൾ മരിച്ചവരെ വെള്ള വസ്ത്രത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകതയുള്ള അതിൻ്റെ സുന്നത്തുള്ള പ്രവാചകൻ പഠിപ്പിച്ച ഒന്നാണ്. പക്ഷേ ഈ കറുപ്പ് ധരിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചാൽ അവിടെ പതാക താഴ്ത്തി കറുപ്പ് കൊടി കെട്ടുന്ന വാഹനങ്ങളിൽ കറുപ്പ് വെച്ചുകൊണ്ട് ഇത് ഇവിടുത്തെ പിന്നെ അന്യ സമുദായങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഇവരുടെ വസ്ത്രങ്ങൾ ഇപ്പോൾ അലി ഖാംനി നമ്മൾ കണ്ടിട്ടുണ്ടോ, ഖുമൈനി അതുപോലെയുള്ള അവിടുത്തെ ഷിഈകൾ, അവരുടെ വസ്ത്രങ്ങളിൽ മിക്കവാറും ഈ കറുപ്പ് വസ്ത്രങ്ങൾ മികച്ചു നിൽക്കും. കറുപ്പിന് എന്തെങ്കിലും ഇസ്ലാമികമായി എതിർപ്പൊന്നുമില്ല, പക്ഷെ കറുപ്പിനൊരു വല്ലാത്ത പരിശുദ്ധി കൽപ്പിക്കുകയും കറുപ്പ് തങ്ങളുടെ പ്രതീകമായി, തങ്ങളുടെ ആദർശത്തിൻ്റെ പ്രതീകമായി മാറുകയും, എന്നിട്ട് കറുപ്പ് എന്ന് പറഞ്ഞ ഒരു വിലാപമാണ്. എന്നും ഒരു വിലാപത്തിൻ്റെ ആളുകളായി, ഒരു കരച്ചിലിൻ്റെ ആളുകളായി ഇങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് ഈ പറഞ്ഞ കർബല, കൊല്ലം തോറും ദുഃഖാചരണമാണ്. ഇത് പ്രവാചകൻ്റെ ഏത് ചര്യയിലാണ്? മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്താ? ഹുസൈൻ കൊലപാതകത്തിൽ സംശയമല്ല, അത് പ്രയാസം തന്നെയാണ്. പക്ഷെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താണ്. ആ വഫാത്ത് പോലും നമ്മൾ കൊല്ലം തോറും അതിൻ്റെ ദുഃഖാചരണം നടത്തുന്നില്ല.
ആ വഫാത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെക്കുറിച്ചോ നമ്മളിങ്ങനെ വിലാപം നടത്തി, നമ്മൾ വസ്ത്രം ധരിച്ച്, ഇങ്ങനെ ഒരു പ്രവൃത്തി മുസ്ലിം ഉമ്മത്തിനില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൊബ്രൻ ജമീൽ എന്നുള്ള ഒരു പാഠം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഭംഗിയായി ക്ഷമിക്കുക, ജീവിതത്തിലുണ്ടാകുന്ന മുസീബത്തുകളിലും പ്രയാസങ്ങളിലും നമ്മൾ ക്ഷമിക്കുക, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുക. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വിലാപം തങ്ങളുടെ മതമായി ഇവർ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, മാറത്തടിച്ചും ശരീരം മുറി. എവിടെ നിന്നാണ് നമ്മുടെ നാട്ടിൽ കുത്രാത്തീപ് കടന്നു വന്നത്? ഈ കർബലയിൽ നിന്നാണ്, ഇവരിൽ നിന്നാണ്, ഈ ഷിഈ പിഴച്ച വിശ്വാസത്തിൽ നിന്നാണ്. കാരണം ശരീരത്തെ മാരകമായി, ഇപ്പം നമ്മൾ കർബലയിലെ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ വ്യക്തമായി കാണാൻ സാധിക്കും, ഇവർ ഈ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് ഒരുമിച്ച് കൂടി വസ്ത്രങ്ങൾ ഒഴിവാക്കി മാരകമായ രൂപത്തിൽ ചാട്ടവാറ് കൊണ്ട് ശരീരത്തെ അടിച്ച് രക്തമൊഴുക്കി ഇവരാരോടാണ് ഈ വാശി തീർക്കുന്നത്? ആരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടണം എന്നുള്ള തീരുമാനം എടുത്തത്? അള്ളാഹുവാണ്. അടിസ്ഥാനപരമായി കൊല്ലപ്പെടട്ടെ എന്നുള്ളത് അള്ളാഹിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഖദറാണ്. ഞാൻ പറയുന്നത് അതിന്റെ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലാണ്. അള്ളാഹിന്റെ തീരുമാനമാണ്. ഇത് തൻ്റെ സമുദായത്തെ, തൻ്റെ ജനതയ്ക്ക്, താൻ സമൂഹത്തിന് നൽകിയ ഈ ദീന്, ഇസ്ലാമിന് തീരാ നഷ്ടവും ഒരു വലിയ പ്രയാസവും ഉള്ളൊരു കാര്യമാണെങ്കിൽ അള്ളാഹ് ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കൂലല്ലോ. അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. പ്രയാസം ഉണ്ടാകുക ഒരു പരീക്ഷണമാണ് മുസ്ലിം ഉമ്മത്തിന്. അത് ക്ഷമിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടേ. ഇവർ അള്ളാഹിനോടാണ് കലാപാഹ്വാനം നടത്തുന്നത്. അള്ളാഹിൻ്റെ ഖലാ ഖദറിനോടുള്ള അക്ഷമ ഇവർ പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് യാ മദ്ലൂം, യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇവരുടെ പ്രചരണങ്ങൾ, ഈ രൂപത്തിലുള്ള ഇത് ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി വളർത്താനുള്ള ഒരു മുതലെടുപ്പ്. അല്ലെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൊലപാതകം കൊണ്ട് ഇവർക്കൊന്നും കിട്ടാനില്ലല്ലോ. ഹുസൈൻ റളിയല്ലാഹു മരിച്ചുപോയി, ഖലാസ്. പിന്നെ ചർച്ചയല്ലെങ്കിൽ പിന്നെ പാർട്ടി വളരില്ല. അപ്പോൾ പാർട്ടി വളരാനുള്ള ഏറ്റവും നല്ല സാധനം എന്താ? കൊല്ലം തോറും രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തുക, രക്തസാക്ഷികളെ കുറിച്ച് പറയുക, അവരുടെ കഥകൾ എന്നിട്ട് അതിൻ്റെ പേര്. പക്ഷെ മറ്റുള്ളവരൊക്കെ ധീരമായ രൂപത്തിലേക്കും പറയല്. ഇവർ കരഞ്ഞുകൊണ്ട് ഞങ്ങളെന്നും ആക്രമിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ സാധുക്കളാണ്, സിമ്പതി പിടിച്ചു പറ്റാനുള്ള അങ്ങനെ ഉണ്ട്. സിമ്പതി പെട്ടെന്ന് വർക്കൗട്ട് ആവും. കാരണം ഏത് വലിയ മോശം ഭരണകൂടങ്ങളാണെങ്കിലും ശരി, അവസാന സമയത്ത് ആളുകൾക്കിടയിൽ പ്രസിദ്ധിയുള്ള ഒരു ഭരണാധികാരി മരിച്ചാൽ അതോടുകൂടി വോട്ടിങ്ങിൻ്റെ രീതി തന്നെ മാറി. സിമ്പതി എന്നുള്ളത് ആളുകളുടെ ഇടയിലുള്ള ഇത് പിടിച്ചു പറ്റാനുള്ള ശ്രമം നല്ല നടക്കുന്നത്. മാത്രമല്ല ആശുറ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം സുന്നത്തായി പറഞ്ഞാണ് മുഹറമിലെ. അതെന്നാണ്? 10-നാണ്. ഹുസൈൻ കൊല്ലപ്പെടുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കൊല്ലപ്പെടുന്ന തൻ്റെ പേരക്കുട്ടി, ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന സംഭവം. കൊല്ലം തോറും മുസ്ലിം ഉമ്മത്ത് അത് കൊണ്ടാടുകയും ചെയ്യേണ്ട ഒന്നാണെങ്കിൽ റസൂല് അത് പറയോ? എന്ത് ആശുറ റസൂല് പറഞ്ഞെന്താ വെച്ചാൽ നന്ദി കാണിക്കണം എന്നാ. ശുക്രൻ ലി റബ്ബി, കാരണം മൂസ നബി തനിക്ക് തന്നെ റബ്ബ് രക്ഷിച്ചതിനെ നന്ദി കാണിച്ചു എന്നാ. പക്ഷെ ഇവിടെയോ ഇവർക്ക് അതിനെ കുറിച്ച് ചിന്ത ഉണ്ടോ? മുസ്ലിം ഉമ്മത്ത് കൊല്ലം ആശുറ നോമ്പെടുക്കുന്നു. റസൂൽ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കണ 9 ഞാൻ ലാസൂമന്നത്താസിയ 9 ഞാൻ നോൽക്കും. അപ്പൊ പ്രവാചകന്റെ ചർച്ചയിലേ ഇത് വന്നിട്ടില്ല. മുസ്ലിം ഉമ്മത്ത് അന്ന് നന്ദി പറയാം, പടച്ചവനെ നീ ചെയ്ത ഞങ്ങളുടെ മൂസാ നബിയോട് കാണിച്ച നീ ചെയ്ത അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ് എന്ന് പറഞ്ഞ് നോമ്പെടുക്കേണ്ട ഒരു ദിവസമാണ്. പക്ഷെ ഇവിടെയോ ഷിയാക്കൾ കാണിച്ചു കൂട്ടുന്നതോ ശുദ്ധ വൃത്തികേടും ആഭാസങ്ങളും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തത്തെ മുതലെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമാണ്. ഇപ്പോൾ മുഹറം മാസത്തിലെ ഷിയാക്കൾ കൊണ്ടുനടക്കുന്ന അനാചാരങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ വിലാപവും അതേപോലെ തന്നെ ദുഃഖാചരണമൊക്കെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പങ്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ലേ എന്ന് നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ ചില കലണ്ടറുകളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഓരോ അറബി മാസവും പ്രത്യേകം തീയതികൾ സൈഡിൽ കൊടുത്തിട്ട് ഈ നഴ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ മുഹറം മാസം നമുക്കറിയാം അള്ളാഹിൻ്റെ മാസം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ ആ മാസത്തെ പോലും 1-ാം തീയതി മുതൽ 10 വരെ, മുഹറം 10 വരെ നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളൊരു കല്യാണം നടത്താൻ പാടില്ല, ഒരു വീട്ടുകൂടൽ നടത്താൻ പാടില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള പുതിയ തീരുമാനങ്ങളോ സംഭവങ്ങളോ നമ്മൾ ചെയ്താൽ അതൊരു ദോഷകരമായി നമ്മളെ ബാധിക്കുന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഇടയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ സമസ്ത വിഭാഗത്തിൻ്റെ ഇടയിലൊക്കെ അത് ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതും ഈ ഷിയാക്കളുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരു അനന്തരമായി എടുത്തൊരു കാര്യമല്ലേ എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ട്. പറഞ്ഞ പോലെ തന്നെ ഷിയാക്കളിൽ നിന്ന് നമ്മുടെ നാട്ടിലെ പൗരോഹിത്യം ഒരുപാട് അനന്തരം എടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഷിയാക്കളുടെ അനന്തരാവകാശികൾ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും മറ്റുള്ള ഇവിടുത്തെ ഖുറാഫി ചിന്തകൾ പേറുന്ന ആളുകളുമാണ്, സംശയമൊന്നുമില്ല.
അതിൻ്റെ ഭാഗമാണ് ഈ കുത്രാത്തീബൊക്കെ കടന്നു വന്ന് നമ്മൾ പറഞ്ഞല്ലോ. കുത്രാത്തീബിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ സൂചിപ്പിച്ചു. അതേപോലെ നമ്മുടെ നാട്ടിലേക്ക് നഹ്സ് എന്ന് പറയുന്ന മുഹറം മാസത്തിൽ ഈ പറഞ്ഞ പോലെ 10 ദിവസങ്ങൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്യരുത്, അതൊരു ദുഷിച്ച ദുശകനമാണ്. എന്താണ് ഇത്? പ്രവാചകൻ്റെ അടിസ്ഥാനപരമായ മുസ്ലിം ഉമ്മത്തിൻ്റെ അഖീദക്ക് വിരുദ്ധമല്ലേ ഇതൊക്കെ? ഈ നഹ്സ് എവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ. ഇവിടെ തുടക്കത്തിൽ ഷഹറുല്ലാ, അള്ളാഹുവിൻ്റെ മാസം എന്ന് ഇത്ര വൃത്തികെട്ട ഒന്നാണെങ്കിൽ അത് അള്ളാഹിലേക്ക് ചേർത്ത് പറയോ? ലാ തസുബ്ബുദ്ദഹർ വാനദ്ദഹർ. കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത്, ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ ഞാനാണ് കാലം. ഏതൊരു പ്രൊഡക്റ്റിന് നമ്മൾ തെറി പറഞ്ഞാലും, ഞാനൊരു വണ്ടി കണ്ടു, വളരെ മോശം ഡിസൈൻ, അതിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ പിന്നെ ശക്തി, അതിൻ്റെ ഫ്യൂവൽ, അതിൻ്റെ എഫിഷ്യൻസി, ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് കാറിനെയാണോ ബാധിക്കുന്നത്? കാറിൻ്റെ നിർമ്മാതാക്കളെയാണോ ബാധിക്കുന്നത്? നിർമ്മാതാക്കളെയാണ്. കാരണം എന്താ വെച്ചാൽ അത് പ്രതയുക്തിയാണ്. എന്തൊരു വൃത്തികെട്ട കാലം, എന്തൊരു ദുഷിച്ച മഴയാണിത്. ഇതൊക്കെ അള്ളാഹ് പഠിപ്പിച്ച, റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചത് എന്താ? പിന്നെ അൽ ഖൈറു കുല്ലുഹു ഫി യദിക്, നന്മ മുഴുവൻ നിൻ്റെ കയ്യിലാണ് റബ്ബേ. വലൈസ ശർറു ഇലൈക്, തിന്മ നിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല. തിന്മ ഒരിക്കലും ചേർത്ത് പറയാം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പോലും വൈദാ മരിയത്തു ഫഹുവ യശ്ഫീൻ എന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് രോഗം ബാധിച്ചാൽ, രോഗം ആരാ കൊടുക്കുന്ന? അള്ളാഹിന്റെ തീരുമാനമാണ്. പക്ഷെ നീ എന്നെ രോഗം ബാധിപ്പിച്ച് നീ എനിക്ക് ശിഫ നൽകുന്നല്ല പറഞ്ഞത്. വൈദാ മരിയത്ത്, ഞാൻ രോഗിയായാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. ഇത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു ഐഡിയ, അവർ വിശ്വസിക്കുന്ന ഒരു അഖീദയാണ്. ഈ അഖീദക്ക് വിരുദ്ധമാണ് ഇവിടെ സംഭവിക്കുന്നത്. കാലത്തെ തെറി പറയാം, അള്ളാഹിനെ തെറി പറയാണ്. മാത്രമല്ല റസൂലുള്ളാഹി അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എന്ത് തന്നെ? ബിയദി അല്ലൈലു വന്നഹാർ, രാവും പകലും എൻ്റെ കയ്യിലാണ്. ഹദീസിൻ്റെ ഭാഗമായി പറഞ്ഞ ഖുദ്സിയായ രൂപത്തിൽ എൻ്റെ കയ്യിലാണ് രാവും പകലും, ഞാനാണിത്. അതുകൊണ്ട് ഈ കാലത്തെയാണോ നിങ്ങൾ ചീത്ത പറയുന്നത് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് അതല്ല സംഭവിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് കൊണ്ട് അന്നൊരു നന്മയില്ല, ഒരു ഖൈറുമില്ല. നമ്മളത് ദുഃഖം തന്നെയാണ്, നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല എന്ന ഷിയാക്കളുടെ വിശ്വാസമാണ്. അത് നമ്മളാളുകൾ തിരിച്ചറിയുകയും ഷിയാക്കളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന എപ്പിസോഡുകൾ നമുക്ക് ചില പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പൊതുജനങ്ങളോട് പറയാനുണ്ട്. ഇവരുടെ ദുഷിച്ച വിശ്വാസവും അഹ്ലു സുന്നയോട് ഇവർ കാണിക്കുന്ന ഇതെന്തിനാ പറയുന്നത് വെച്ചാൽ, ഈ സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോവാണ്. ഇവരുടെ വാചകമടിയിൽ ഇസ്രായേലിൻ്റെ വിഷയമൊക്കെ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെയാക്കും, ഇങ്ങനെയാക്കും, ഇതാക്കും. അവസാനം എല്ലാവർക്കും ആളുകൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ അവരുടെ യുദ്ധം അവസാനിച്ചു, അവിടെ ഫിലസ്തീനുമില്ല, ഫിലസ്തീൻ്റെ യുദ്ധം അവസാനിക്കാനുള്ള ഒരു കരാറുമില്ല. അവരെ ബാധിക്കുമ്പോൾ മാത്രം അവർ ഇറങ്ങും. അതിനപ്പുറത്ത് അഹ്ലു സുന്നയോട് ഒരു സ്നേഹമില്ലാത്ത ശക്തമായ വിരോധമുള്ള നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് നമ്മളെ വെറുക്കുന്ന ഒരു വിഭാഗമാണ് ഈ റാഫിളകൾ. അവരെക്കുറിച്ചുള്ള അവരുടെ മുഖംമൂടികൾ നമുക്ക് കൂടുതൽ അഴിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന സമയങ്ങളിൽ നമുക്ക് അഴിക്കാമെന്ന് തോന്നുന്നത്. ഇതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഷിയാക്കളുടെ മുഖംമൂടി അയക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ നമ്മളിവിടെ നടത്തി കഴിഞ്ഞിട്ടുള്ളത്. കർബലയുമായി ബന്ധപ്പെട്ട ചരിത്രവും അതിലൂടെ ഷിയാക്കൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള അനാചാരങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിക്കൊണ്ട് ഷിയാക്കളുടെ അഖീദയും അവർക്ക് അഹ്ലു സുന്നത്തിനോടുള്ള വിദ്വേഷങ്ങളെക്കുറിച്ചുമെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ കൃത്യമായിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ വിശദമായിക്കൊണ്ട് തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സഹകരണവും ഈ ഒരു പ്രോഗ്രാമിന് ഉണ്ടാവണം. അതേപോലെ തന്നെ ഇതൊന്നും നിലനിന്നു പോകാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.